സമരം ശക്തമാക്കുകയാണ് ആശാ വർക്കേഴ്സ്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് NHM അധികൃതരുമായി നടത്തിയ ചർച്ച അത് പരാജയപ്പെട്ടത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ പെൻഷൻ തുക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അവർ ചർച്ച നടത്തിയത്. പക്ഷേ ഓണറേറിയത്തിലെ മാനദണ്ഡങ്ങൾ പിൻവലിക്കാമെന്നൊരു ഉറപ്പ്, അല്ലെങ്കിൽ അതുമാത്രമാണ് അവരുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അനുനയ നീക്കം എന്ന് പറയാൻ സാധിക്കുന്നത്. മേഘന മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മേഘന, സമരം ശക്തമാവുകയാണല്ലോ. കീർത്തന, സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഈ MG റോഡിലേക്ക് ആശാ വർക്കർമാർ അവരുടെ ശക്തി പ്രകടനമായി കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ കഴിഞ്ഞ 38 ദിവസങ്ങളായി ഇവർ നടത്തിയ സമരം, ആ സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കാഴ്ച കാണാനുണ്ട്. അതായത് ഇവരുടെ ആവശ്യങ്ങൾ ഇന്ന് പരിഗണിക്കപ്പെടും, അല്ലെങ്കിൽ ആവശ്യങ്ങൾ സർക്കാർ പരിഹരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കഴിഞ്ഞ 1.5 മണിക്കൂറായി ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെടുന്നില്ല. അത് ഏത് തരത്തിലും അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല, ആവശ്യങ്ങൾ പരിഗണിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതിൽ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഇവർ പറയുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ നൽകുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക. ഈ ആവശ്യങ്ങളൊന്നും ഇതുവരെ പരിഗണിക്കാനോ അത്തരത്തിലുള്ള നീക്കങ്ങളോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ HM ഡയറക്ടറുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. മറിച്ച് ഇവർ പറയുന്നത്, ഈ സമരക്കാർ ചർച്ച ചെയ്തതിനു ശേഷം തിരിച്ചു വന്ന് പറയുന്നതും ഇവരോട് സമരം ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, സമരം അവസാനിപ്പിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, നിരാഹാര സമരത്തിലേക്ക് പോകരുതെന്ന് പറയുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സമരം ഒരു ശക്തി പ്രകടനമായി തന്നെ ഈ MG റോഡിലൂടെ സെക്രട്ടേറിയറ്റ് മുന്നിലൂടെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് ഇവർ പ്രധാനമായും ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ സമര ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വരെ, ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വരെ ഈ സമരത്തിൽ നിന്ന് പിറകോട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്തു വരുന്ന എല്ലാ സ്ത്രീകളും ആശമാരും ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങി ഒരു പ്രകടനമായി പോകുന്നു. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം. അതുപോലെ തന്നെ നാളെ 11 മണിക്ക് നിരാഹാര സമരം ആരംഭിക്കും. ഇതിൽ പ്രധാനപ്പെട്ട സംഘടനാ നേതാക്കളും ആശാ വർക്കർമാരും ചേർന്ന് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ആശാ വർക്കർമാർ അറിയിക്കുന്നുണ്ട്. അവർ അവരുടെ ഒരു ശക്തി പ്രകടനമാക്കി തന്നെ, കാരണം 38 ദിവസങ്ങളായി അവർ പല പ്രതിസന്ധികളും കടന്ന്, അവർ പല തരത്തിലുള്ള വെല്ലുവിളികളും കടന്ന് മുന്നോട്ട് പോയവരാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇവർക്ക് അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത്. ചേച്ചി, സമരം ശക്തമാക്കും. ഞങ്ങൾ രാപ്പകൽ സമരം തുടങ്ങാൻ പോവുകയാണ്. ശക്തമായി ഞങ്ങൾ നീതി കിട്ടുന്ന സമരം വിളിക്കും. നീതി കിട്ടിയല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. സമരം ശക്തമാക്കും. അനിശ്ചിതകാല സമരം ശക്തമാക്കും. എന്താണ് ഇനി നാളെ നിരാഹാര സമരം ആരംഭിക്കുക? നാളെ നിരാഹാര സമരം തുടങ്ങാനാണ് ഉദ്ദേശം. ഇങ്ങനെ തന്നെയാണ്. അതായത് ഇവർ ഈ MG റോഡിന് മുന്നിലൂടെ, അല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി പ്രകടനമായി തന്നെ, അതായത് അവരുടെ ശക്തി തെളിയിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വരെ പോകുന്നുള്ളതാണ്. ചേച്ചി, സമരം ശക്തമാക്കും. എന്താണ് ഇനി മുന്നോട്ട് എങ്ങനെയാണ്? മുന്നോട്ട് തന്നെ പോകും. അപ്പൊ സർക്കാർ ഈ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാൻ തയ്യാറാവുന്നവരെ മുന്നോട്ട് തന്നെ പോകും. അതായത് ഈ സർക്കാർ ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുന്നത് വരെ, ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാകുന്നത് വരെ, ഈ സമരത്തിനൊരു വിജയം ഉണ്ടാകുന്നത് വരെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അത് ഈ 38 ദിവസങ്ങളായി അവർ നടത്തിയിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും, അവർ പറഞ്ഞിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും അത് സർക്കാർ പരിഗണിക്കുക. അത് ഏറ്റവും ഈ ഒരു അടുത്ത കാലത്ത് സർക്കാരിന് ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സമരമായി തന്നെ ഈ ആശാ വർക്കർമാരുടെ സമരം മാറുന്നു എന്ന കാര്യം നിസ്സംശയം പറയാം. അവർ പല നിയമസഭാ മാർച്ച് നടത്തുന്നു, പലതരത്തിലും പല സമരങ്ങളും നടത്തുന്നു. പക്ഷേ ആ സമരത്തിലൊന്നും പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ചേച്ചി, തീർച്ചയായും ഒരു പരിഹാരം കണ്ടെത്തില്ല. അവർ പ്രഹസനമായ ചർച്ച നടത്തി ആശമാരെ പറ്റിക്കുകയാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം സർക്കാരിന്. കാരണം അവരുടെ ജലരോക്ഷം അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് NHM ഞങ്ങളെ വിളിച്ചിങ്ങനെ പ്രഹസനം നടത്തിയത്. അവരുടെ ഖജനാവിൽ പണമില്ലെന്ന് പറയുന്നു. ആശമാരൊന്നും അവരുടെ ഖജനാവിൽ പണം എടുത്തില്ല. അവർക്ക് BSCക്കാർക്ക് കൊടുക്കാം, മറ്റുള്ളവർക്ക് കൊടുക്കാം. എന്തുകൊണ്ട് ആശയ്ക്ക് തന്നുകൂടാ? അവർ ചർച്ച ചെയ്യട്ടെ, അവർക്ക് നമ്മൾ സമയം കൊടുക്കാം. ആരോഗ്യമന്ത്രി മറുപടി പറയട്ടെ, മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. സമരം അവസാനിപ്പിക്കണം ഒരു റിക്വസ്റ്റ് തന്നിട്ടുണ്ടെന്ന് പറയുന്നത്. സമരം അവസാനിപ്പിച്ച് വെറുതെ പോകാൻ പറ്റില്ല. മുഖ്യമന്ത്രി ഇടപെടണം, ധനമന്ത്രി ഇടപെടണം, ആരോഗ്യമന്ത്രി ഇടപെടണം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞങ്ങൾ പോകൂ. നാളെ മുതൽ അനിശ്ചിതകാല സമരം ഞങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞു. കീർത്തന, ഇങ്ങനെ തന്നെയാണ്. അതായത് ഈ ആശമാരുടെ, ഈ കേരളത്തിലുടനീളമുള്ള പല ജില്ലകളിൽ നിന്നുള്ള ആശമാരാണ് ഇന്നിവിടെ സമരത്തിനായി സെക്രട്ടേറിയറ്റ് മുന്നിൽ കഴിഞ്ഞ ദിവസങ്ങളായി ഒക്കെ എത്തിയിട്ടുള്ളത്. ആ ആശമാരുടെ ഒരു ശക്തി പ്രകടനം, അതായത് അവരുടെ ആവശ്യങ്ങൾ ശക്തമാണ്, നിലപാടുകളും ഈ സമര ആവശ്യങ്ങളും ഒക്കെ ന്യായമാണ്. ആ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറുന്നത് വരെ അവർ ഈ സമരപ്പന്തലിൽ ഇരിക്കും, സമരം ഇരിക്കുമെന്നുള്ള ഒരു ശക്തമായ നിലപാടിലേക്ക് തന്നെയാണ് ആശാ വർക്കർമാർ പോകുന്നത്. അതിന്റെ നേർസാക്ഷ്യം തന്നെയാണ് ഇവിടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് കാണുന്നതും. അതിന് നാളെ നിരാഹാര സമരമായി മുന്നോട്ട് പോകുന്നു. അതിൽ എസ്മിനി അടക്കമുള്ള സംഘടനാ
സംഘടനാ നേതാക്കൾ അടക്കമുള്ളവർ പറയുന്നത് ഈ നിരാഹാര സമരം അത് പ്രധാനപ്പെട്ട സംഘടനയുടെ നേതാക്കളും ആശാ വർക്കർമാരും ചേർന്ന് ഈ നിരാഹാര സമരം നടത്തും. അത് ആരൊക്കെയാണ് എന്നുള്ള തീരുമാനം വൈകുന്നേരത്തോടു കൂടി അവർ തന്നെ പത്രസമ്മേളനം വിളിച്ച് അറിയിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ചേച്ചി, സമരം ശക്തമാകും? സമരം ശക്തമാകും. മുന്നോട്ട് എങ്ങനെയാ? മുന്നോട്ട് ഇനിയിപ്പോൾ അനിശ്ചിതകാല നിരാഹാര സമരമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. 3 പേര് റിലേ സമരമായിട്ടായിരിക്കും ഉള്ളത്. ഇവിടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു വഞ്ചന ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും തീർച്ചയായിട്ടും ഈ സ്ത്രീ സമൂഹത്തെ അധ്വാനിക്കുന്ന സ്ത്രീ സമൂഹത്തെ, ആശമാരെ മാത്രമല്ല, അധ്വാനിക്കുന്ന സ്ത്രീ സമൂഹത്തെ മുഴുവൻ വഞ്ചിക്കുമായിരുന്നവര്. അങ്ങനെ തന്നെയാണ്. അതായത് ഇവർ ഒരുപാട് കാലമായി കുറച്ചധികം സ്ത്രീകൾ സമരം ചെയ്യുന്നത് ഫെബ്രുവരി 10 തുടങ്ങിയ സമരമാണ്. അത് കഴിഞ്ഞ് ഒരുപാട് സ്ത്രീകളെ അവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കാതെ നിന്നു. പിന്നീട് രണ്ടാമത് സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുന്നു. ഈ രണ്ടാമതുണ്ടായ ചർച്ചയിലും വലിയ പരിഹാരം ഉണ്ടാകുന്നില്ല. സർക്കാർ അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ സർക്കാർ ചർച്ച ചെയ്താൽ മാത്രം പോരാ, അതിൽ ഉത്തരവ് അവർക്ക് രേഖകളായി അവരുടെ ആവശ്യങ്ങൾ രേഖകളായി പരിഗണിക്കേണ്ടതുണ്ട്. അതുവരെ ചർച്ച ചെയ്യും, ആവശ്യങ്ങൾ പരിഗണിക്കണം എന്ന് തന്നെയാണ് ആശാവർക്കർമാരുടെ ആവശ്യം. അത് ആദ്യഘട്ടത്തിൽ 2-3 ദിവസം കഴിഞ്ഞ് സമരം അവസാനിക്കുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് കഴിഞ്ഞും 1-2-3 ദിവസം കഴിഞ്ഞ് 10 ദിവസങ്ങൾ കഴിഞ്ഞ് 38ാം ദിവസത്തിലേക്ക് നിൽക്കുമ്പോൾ അതിൽ പരിഹാരം ഉണ്ടാകുന്നത് വരെ, ചർച്ച ചെയ്യുന്നത് വരെ, ആ ചർച്ച ചെയ്ത് ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വരെ, അത് ഏത് വിധേനയാണെങ്കിലും ഏത് സമരമാർഗമാണെങ്കിലും, ഇപ്പോൾ നിരാഹാര സമരം എന്ന് പറയുന്നത് 3ാം ഘട്ട സമരമാർഗമാണ്. ആ 3ാം ഘട്ട സമരമാർഗവും സമരമാർഗം കഴിഞ്ഞാലും അവർ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് ആശാ വർക്കർമാർ അറിയിക്കുന്നത്. മേഘന, പുരിവെയിലത്തും പെരുമഴയിലും അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ താണ്ടിയാണ് അവർ ഇപ്പോൾ 38ാം ദിവസം ഇന്ന് NHM അധികൃതരുമായുള്ള ചർച്ചയ്ക്ക് വലിയ പ്രതീക്ഷയോടെ ചെന്നെത്തിയത്. പക്ഷേ ഇന്നത്തെ ചർച്ചയിലും അവർക്ക് വേണ്ടതൊന്നും ലഭിച്ചില്ല. അവരുടെ ഡിമാൻഡുകളോ ആവശ്യങ്ങളോ ഒന്നും അംഗീകരിച്ചില്ല. ആരോഗ്യമന്ത്രിയുമായി ഇനി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ? ഇന്നത്തെ ചർച്ചയിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഉറപ്പ് ആശാ വർക്കേഴ്സിന് ലഭിച്ചിട്ടുണ്ടോ മേഘന? അതിൽ പ്രധാനമായും ഇപ്പോൾ ആശാ വർക്കർമാർ പറയുന്നത്, അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ആവശ്യങ്ങളൊന്നും കേൾക്കാൻ വേണ്ടി സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. സർക്കാർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് സമരം അവസാനിപ്പിക്കണം. ഇവർക്ക് ഈ ഓണറേറിയം മാനദണ്ഡം പിൻവലിച്ചതടക്കമുള്ള കുടിശ്ശിക, 3 മാസത്തെ കുടിശ്ശിക തീർത്ത് നൽകിയതടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു കാര്യം, അതായത് ഇവർ ഈ ആവശ്യങ്ങൾ പരിഗണിച്ചത് കൊണ്ട് തന്നെ സർക്കാർ ഇതിൽ നിന്നും പുറകോട്ട് പോകണം എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ ചർച്ചയ്ക്ക് വിളിച്ച NHM ഡയറക്ടർ അടക്കം പറഞ്ഞത് എന്നുള്ളതാണ് ആശാ വർക്കർമാർ ഇപ്പോൾ തിരിച്ചതിന് എസ്മിനി അടക്കമുള്ള സംഘടനാ നേതാക്കൾ അടക്കമുള്ള ആളുകൾ തിരിച്ചെത്തിയതിനു ശേഷം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എത്രത്തോളം അവർ അതിനെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. കാരണം ഇവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അവർ 38 ദിവസമായി ഇവർ ആരോഗ്യമന്ത്രിക്ക് കത്തയക്കുന്നു, വിവിധങ്ങളായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളെ ബന്ധപ്പെടുന്നു. അവരുടെ ആവശ്യങ്ങൾ, അതായത് പെൻഷൻ നൽകുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, ഇതുവരെ ഈ സമരം തുടരും. ആ ആവശ്യങ്ങളൊന്നും സർക്കാർ കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ ആശാ വർക്കർമാർ പറയുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും, അതായത് ഏത് വിധേനയും അനുനയ നീക്കത്തിലൂടെ അല്ലെങ്കിൽ അനുനയ ശ്രമത്തിൽ സർക്കാർ ശ്രമിക്കുന്നു. ഈ നിരാഹാര സമരത്തിലേക്ക് സമരം കടക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു.